പച്ചക്കിളി മുത്തിച്ചരം മുല്ലൈ കുടിയാരോ പാവൈ എന്നും തേരിൽ വരും ദേവൻ മകൾ നീയോ ഉന്നിരം പിള്ളை മനം വള്ളൽ ഗുണം യാരോ പാർവൈ എന്നും തേരിൽ വരും ദേവൻ മകൾ നീയോ. ഹലോ, എന്താടാ അതിന് നീ ഇങ്ങോട്ട് വരണെന്നാ? ഞാൻ തലയും കുത്തി കളിക്കുക. ആ വാ 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 ശരി വാ. എന്തോ രാവിലെ കലിപ്പ്? ആര് പോണല്ലോ? രാമൻ. അതിനോ ഇങ്ങനെ കലിപ്പിട്ട്? ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ തിരികെ തലയും കുത്തി കൂടെ വയ്ക്കുന്നു. എനിക്ക് അവന്റെ ശബ്ദം കേൾക്കുമ്പോഴേ കാലു കൂടെ പറയില്ലേ. നമുക്കറിയാലോ. ചിന്നി ചിന്നി മക്കളെ എന്തേ മക്കളെ വരണ? ഓ കുറച്ചു മുമ്പ് രാമൻ വിളിച്ചിരുന്നു. ശരി ശരി വരി വരി. ശരി അവളും പറഞ്ഞു. രണ്ടുപേരും കൂടെ ഇങ്ങനെ വിളിച്ചു പറയണെന്തിന്? കരിപ്പാറ്റും തന്നെയാണ് തോരണ്ടും കൂടെ. അതന്നെ അതന്നെ അടി ഉണ്ടാക്കി കാണും. അപ്പൊ ഇച്ചിരി വല്ല പൊട്ടെടുത്തെന്നാ കമ്മലെടുത്തെന്ന് പറഞ്ഞാലും പറഞ്ഞായിരിക്കും അടി. എന്തെങ്കിലും ചെറിയ കാര്യം മതിയല്ലോ. മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാ ചീരിയും പാമ്പുവാ. സത്യം. എന്നാ സ്നേഹിച്ച നക്കിക്കൊല്ലുവാ. അയ്യോ നക്കിക്കൊല്ലുന്നു. നക്കിക്കൊല്ലു എന്തിനാ? അങ്ങേര് പട്ടിയാ? പട്ടിയല്ലടി, അത്ര സ്നേഹം കൊണ്ട് നക്കി പോണതാ. മക്കളെ നീ ചെന്ന് രവിയുടെ പറ ചിന്നു രാമന് പറഞ്ഞെന്ന് പറ കേട്ടാ. അല്ല പോ. എന്നാലേ അതെന്തിനായിരിക്കും വഴക്കുണ്ടാക്കിയേ? ആർക്കറിയാം. അപ്പൊ ഒരുമിച്ച് ചോദിക്കണം കേട്ടോ. അത് ചോദിക്കും ഞാൻ. ചോദിക്കണം. ശരി മക്കളെ. പച്ചക്കിളി മുത്തിച്ചരം മുല്ലൈ കൊടിയാരോ പാവൈ എന്നും തേരിൽ വരും ദേവൻ മകൾ നീയോ. പറ, സാമ്പാർ ഉണ്ടാക്കണോ എരിശ്ശേരി ഉണ്ടാക്കണോ? എന്തുണ്ടാക്കിയാലും ഇത് തന്നെ അല്ലേ. നീ എന്തുണ്ടാക്കിയാലും രുചിയാണല്ലോ. അപ്പൊ നീ നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കും മണി. അമ്മ എനിക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ കൊതിയാണ്. ഈ മാസം തന്നെ മാമ്പഴ പുളിശ്ശേരി കഴിക്കണം അല്ലേ? ശരിയാണല്ലോ. ആച്ചാ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? തൈരില്ല. തൈരില്ല ഇവിടെ. തൈരില്ലേ? അച്ഛാ 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 തൈര് വാങ്ങിച്ചു. എനിക്കിപ്പോ പോകാനും വയ്യ. എന്തോന്ന് അച്ഛാ പ്ലീസ്. കൊതി ആയിട്ടല്ലേ. ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം ഉണ്ടാക്കി. ഉച്ചക്ക് ചോറ് കഴിക്കാൻ എടുത്ത് വൈകിട്ട് വാങ്ങിച്ചു തന്നിട്ട് എന്ത് കാര്യം? ഇന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമ്പോളെ നാളെ വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു എന്തോന്നിടത്? നീ നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള കറി എന്തോന്ന് ആലോചിച്ചിട്ട് ഒന്നും കിട്ടണില്ലല്ലോ ഭഗവാന്. ഒരാൾക്ക് സാമ്പാർ പിടിക്കൂല, ഒരാൾക്ക് പുളിശ്ശേരി പിടിക്കൂല, ഒരാൾക്ക് മറ്റേ എരിശ്ശേരി പിടിക്കൂല, രസം പിടിക്കൂല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുന്നത്. അതെ, രാമങ്ങളും ചിന്നപ്പച്ചി വരാൻ ചിന്നു വരുന്ന വരാൻ പോണോ? അടിപൊളി. പ്രോബ്ലം സോൾവ്. കറി എന്തുണ്ടാക്കണം തീരുമാനമായി. ചിന്നുവിന് രാമന് ഇഷ്ടമുള്ള കറി എന്താ അറിയോ? ഉള്ളിത്തീയല്. അത് മതി. ആ ഉള്ളിത്തീയൽ അവിടെ വേവൂല. എന്ത് പറ്റി? അവർ രണ്ടുപേരും നല്ല കലിപ്പിലാണ്. ആരോട്? ആരോടും അല്ല, അവർ രണ്ടുപേരും തമ്മിൽ അടിയാണെന്ന്. തമ്മിലടിയാ? എന്തിന് പിങ്കി ഇങ്ങനെ ഇല്ലാത്ത പറയണം? അവര് തമ്മിൽ എന്തടി? നല്ല സ്നേഹത്തിലല്ലേ? ഇല്ലാത്തതാ. പിന്നെ ഇല്ലാത്ത പറയാൻ എനിക്ക് എന്തൊരു ഭ്രാന്താ ആണ്. ഇനി നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, ഭാര്യയും ഭർത്താവുമ്പോ അടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവര് തമ്മിലുള്ള അടി ഉണ്ടല്ലോ ഇച്ചിരി ഓവറാ അല്ലേ? തോന്നില്ലേ? അയ്യോ ആരീ പറയണം? ആരാ പറയുന്നേ? അത് ഞങ്ങള് തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ അത് നല്ല അന്തസ്സായിട്ട് ഞങ്ങള് പരിഹരിക്കുന്നുണ്ട് ഇല്ലേ? പിന്നെ അതല്ലേ ഇവൾക്കറിയാമോ? കൊള്ളാം, വാദി പ്രതിയായി. ശരി, ഞാൻ പോണു. അതാ നല്ലത്. കൊച്ചമ്മച്ചി. എന്തൊരു വെയില് ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ ഓട്ടോ ഓടിച്ചാൽ മതി. ഒരു ഓട്ടോയ്ക്ക് ഭയങ്കര ചാർജ് ആണ്. നീ വെയിലെന്നും പറഞ്ഞു പൈസ കഷ്ടമാണോ? അവിടെ ഇരിക്കണ കുരിപ്പ്. അതാ പറഞ്ഞു. അപ്പോ അപ്പോ അപ്പൊ രാമങ്ങൾ അപ്പച്ചി വന്നേ. അപ്പോ നീ നമ്മളെ കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ അങ്ങനെ പറഞ്ഞു. ഒരു കൊടക്കയില്ലേ? എന്ത് പ്രശ്നമൊന്നുമില്ലേ? കൊട പിന്നെ കൊട ഇങ്ങനെ ഇട്ടിട്ട് എന്റെ മുളക് കയറി വരട്ടെ. ഓ നല്ല രസം. നീ പോ. അങ്ങനെ കുന്തത്തി പോകണമല്ലോ.
തൂക്കിട് പോ. കൊണ്ടുവയ്ക്കാൻ കുട കൊണ്ട് വെക്കേ. വന്ന് കേറിയപ്പോ തന്നെ തുടങ്ങിയല്ല നിന്റെ ചൊറി. നിങ്ങൾ പ്രശ്നമൊന്നുമില്ലല്ലേ? അടിച്ചിരിക്കണ ആ കവിളില് തൊട്ടത് കൊള്ളാടി. പറഞ്ഞില്ലേ വരാ. അപ്പാ മണി അതെ മുടിയൊക്കെ വെട്ടി. എന്തോന്ന് പിങ്കി മുടി വെട്ടി. നീ ക്ഷീണിച്ചു കേട്ടോ. കേട്ടല്ലോ ക്ഷീണിച്ചു പോയെന്ന് ഞാൻ. ഡേയ് നിങ്ങളുടെ വഴക്കൊക്കെ തീർന്നാ? ഞാൻ ഇതാണ് ചേട്ടൻ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. ഈ മോനെ കണ്ട ഉടനെ ചോദിക്കേണ്ട ചോദ്യമാണ്, അച്ഛൻ ഇതാണോണ്ടോ അച്ഛാ മക്കളെ തമ്മിൽ വഴക്കുണ്ടാക്കി ചോദിക്കുക ചുമ്മാ. അപ്പൊ വഴക്കില്ലായിരുന്നോ? ഞാൻ കുറച്ചു നേരം വഴക്ക് കൂടട്ടാ എന്റെ സമാധാനത്തിന്. ഓ നിന്റെ പ്രശ്നം എന്തോ? എന്തോന്നടേ വന്നോണ്ട് ചൂടാവണേ? അണ്ണൻ പിന്നെ അണ്ണൻ ഉണ്ടാക്കി മോളെ പിന്നെ എന്തോന്ന് പറഞ്ഞു. അവക്ക് തലയ്ക്ക് വെളിവില്ല വിട്ടോ. ഇവള് തന്നെ വന്ന് പറഞ്ഞു നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവള് കൈ നിട്ട് പറയാണെന്ന് ഓരോന്ന്. അതൊക്കെ വിട്ടടാ. പൊട്ടു എനിക്ക് വിശക്കണ കിടത്തി ഒന്നും കഴിച്ചില്ലടാ. എന്നിട്ട് കണ്ടി ബാഗ് എടുത്ത് വെച്ചിട്ട് വാ. നിനക്കേ ഞാൻ നല്ല ഉള്ളിത്തീയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ നിനക്ക് ചോറ് എടുത്തരാം. അവിടെ കയറി പോണേ. എന്നെ ക്ഷണിക്കാൻ സ്ഥലത്ത് നിങ്ങൾ അവിടെ കയറി പോണേ. നിന്നെ ക്ഷണിക്കാനാ? നിന്റെ വീടല്ലേ ഇത്? ആ ബോധം എല്ലാവർക്കും വേണം. എന്തോന്ന് ചിന്നു ഇങ്ങനെയൊക്കെ? പിന്നെ അല്ലാതെ ചേട്ടനെ മാത്രം വിളിക്കുന്നു, ചേട്ടന് മാത്രം ഉള്ളി തീയൽ കൊടുക്കുന്നു. അയ്യോ ഇതൊക്കെ കാണണം. ഈ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. ഓ ഞാൻ ഭക്ഷണം കഴിക്കാനാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഒന്നുമില്ല. എന്തോ മോളെ ഇത്? എന്തോ മോളെ? ചേട്ടാ ബാഗ് ഇങ്ങോട്ട് നീങ്ങി നിക്ക് പിങ്കി. കുറെ നേരെ ചിന്നു ചിന്നു മണി എന്റെ ഉള്ളി തീരെ ചോറ് തെറിക്കൂ. അല്ല ഇപ്പൊ ചിന്നു എന്തിനാണ് ഇവളോട് ദേഷ്യപ്പെട്ടത് മണിയോട്? അണ്ണൻ മനസ്സിലായില്ലേ? ഇല്ല. ഇണങ്ങി വന്നാണ് അണ്ണൻ. ഇപ്പൊ പണിയൊന്നും ഇല്ലാതെ നിൽക്കില്ലേ? കുറച്ച് എവിടെ നിന്ന് ആലോചിക്കാനാ? ഓ ഞാൻ പോയിട്ട് വരാം. അതെ ഇവൻ എന്തോ പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ അങ്ങനെയല്ല. ഇവിടെ വന്നു അത് ഞാൻ എത്ര നാളായിട്ടാണ് അവളെ കാണണമെന്ന് അറിയാമോ? രാമ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവളെന്തിനു ദേഷ്യപ്പെട്ടു പോയി മണി? നീ ഇത് ആലോചിച്ചോണ്ടിരി, ഞാൻ വർഷാപ്പിൽ പോയിട്ട് വരാം. മക്കളിവിടെ എന്തോ നടക്കണത്? എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ എല്ലാരും നിന്നെ പിരിപോയിരിക്കുക. അച്ഛന്ന് സൂക്ഷിച്ചോ. ഞാനാ? ഞാൻ എന്തിനു സൂക്ഷിക്കണു? വെറുതെ രസത്തിൽ. മണിയെ നോക്കാം. അവൾക്ക് ആ ചിന്നുവിനെ കൂടെ ഒന്ന് വിളിച്ചായ പോരായിരുന്നു. മണി ഞാൻ വിളിച്ചോളാം. ഇല്ല നേരത്തെ എന്തായിരുന്നു എന്തായിരുന്നു പറഞ്ഞത്? നീ എന്താണ് പറഞ്ഞ? നീ എന്താ പറഞ്ഞ? എനിക്ക് വെളിവില്ലെന്നല്ലേ? വെളിവില്ല. നിനക്ക് വെളിവില്ല. വെളിവില്ല. എന്താണ് വിളിച്ചു പറഞ്ഞത് നേരത്തെ നീ? എന്തത്? അവര് രണ്ടുപേരും പ്രശ്നമാണെന്നല്ലേ? കൂടുതൽ അതിന്റെ ആവശ്യം മതി. ഞാനത്തെ സാധനം അല്ല ഇട കൊണ്ട് ബോറടിക്കേ. ചേട്ടത്തി ഞാൻ ഒരു കാര്യം പറഞ്ഞ തള്ളി വിടണമെന്ന് വിചാരിക്കൂ. ഇല്ല എന്തോ കാര്യം പറ. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടാ. ഇത് എന്തൊരു ചായ ചേട്ടത്തി? എന്ത് പറ്റി? ഈ ചായ കുടിക്കാനാണല്ലോ ഞാൻ അവിടെ ഇതുവരെ വരണത്. കിടിലൊന്നും ഞാൻ കിടിലോ. അയ്യോ ഞാൻ വിളിച്ചു പൊട്ട ചായ എന്ന് പറയാൻ വരുമായിരിക്കുന്നു. എന്റെ മനസ്സങ്ങ് നിറഞ്ഞ്. എടാ കൈപ്പുണ്യം എന്ന് പറഞ്ഞ അതാണ്. ഭക്ഷണം ഉണ്ടാക്കി വയറ് നിറയ്ക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും. പക്ഷെ മനസ്സ് നിറയ്ക്കാനേ എല്ലാരെ കൊണ്ടും പറ്റൂല. അതിനെ സ്നേഹം വേണം. സ്നേഹം. സ്നേഹത്തിന്റെ വിലയൊന്നും എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് പ്രത്യേകിച്ച്. തവള ആരാന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തോ ചായ ഏട്ടാ പഞ്ചസാരയില്ല. നീ ഇപ്പൊ തവളയെന്ന് ഉദ്ദേശിച്ചാര്? എന്നെ ചേട്ടനെ ഞാൻ തവളാന്ന് വിളിക്കൂ. ഇതെങ്ങനെ കുടിക്കണേ? എന്ത് പഞ്ചസാരയില്ല, ഒരു ഇതില്ലല്ലോ. ചായ ഇല്ലല്ലോ, മറ്റേ പായസമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം. അഡ്ജസ്റ്റ് ഇത് നല്ല കിണ്ണം ചായ. ഓ തന്നെ. സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നില്ലേ? നമ്മൾ ചിലരെ ഒരുപാടങ്ങ് സ്നേഹിക്കും. സ്നേഹിച്ച് കുറെ കാലം കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു കാര്യം മനസ്സിലാവണത് അവർക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം ഇല്ലെന്ന്. അങ്ങനെയുള്ളതാണ് ഇങ്ങനെ പിടിച്ചെടുത്തോളൂ.
കൂഞ്ചത് ഇങ്ങനെ അരിഞ്ഞു കളയണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റില്ലല്ലോ ചിലരെ. സ്നേഹിക്കാത്തൊരാരും പറയായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അരിയാ ഇങ്ങോട്ട് വന്നു നോക്ക് ചേട്ടൻ. നിന്നെ എന്തിനാ ആരെയും പറഞ്ഞ? എന്റെ ചേട്ടാ ഇപ്പൊ പറഞ്ഞ എന്തിനാ അരിയാണ് കാര്യം? അത് ചേട്ടത്തിൽ സ്നേഹം കാണിക്കാത്തൊരരിയൊന്നും ആരെയല്ലേ പറഞ്ഞു? നീ എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ അരിയോ നിനക്ക് ഭയങ്കര സ്നേഹമല്ലേ? ചേട്ടൻ്റെ അടുത്ത് എനിക്ക് സ്നേഹം തന്നെ. അല്ല, ഈ ചിലരുടെ സ്നേഹം ഉണ്ടല്ലോ അതൊന്നും ഉള്ളിന്നല്ല വരുന്നത്, മറ്റേ ഉരുളക്കിഴങ്ങായിരിക്കും വരുന്നത്. പിന്നെ അത് പിന്നെ കണ്ടുപിടിക്കണം എവിടെ നിന്നാണ് പറഞ്ഞത്. കപട സ്നേഹം കണ്ടല്ലേ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഇത് കൊള്ളൂല, മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു. അവളെന്തിനാ എന്റെ ചായ എടുത്ത് കുടിക്കണേ? ഇത് കൊള്ളാം. ആ അതങ്ങനെയല്ലേ വരൂ. അവൾ എന്ത് പറഞ്ഞാലും നമ്മളങ്ങ് കേട്ടോണ്ടിരിക്കുന്നതാണ് അവളെ വിചാരം. പോവാൻ പറയോ? രണ്ടും കൂടെ വീണ്ടും തുടങ്ങിയ യാത് രണ്ടു കൂടി അവർ രണ്ടും കൂടെ തീർന്നില്ല ഇത്. എടി ഞാൻ കുടിച്ചു ആസ്വദിച്ചോണ്ട് എന്റെ ചായയും പോയി, ചായ ഇട്ടുന്ന ആളും പോയി. എന്ത് കഷ്ടം ഇത്. നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഇപ്പൊ കുടിക്കണം. എന്റെ ചായ കഷ്ടം തന്നെ കേട്ടാ. എന്തൊരു തന്നെ ഇങ്ങനെ ഇരുന്നോ? അല്ല എന്ത് ചെയ്യേ? നിനക്ക് ചായ ഇട്ടുന്നത് ഞാനാണെങ്കിൽ നീ ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതി. കുടിയടാ കുടിയടാ, വലിച്ചു കുടി. വേണമെങ്കിൽ നീ ഉണ്ടാക്കിയിടും. എന്ത് ധൈര്യമുണ്ട് ചേട്ടന്? ചേട്ടാ അങ്ങോട്ട് കുടിയടാ. ചൂട് കൊള്ളു. കുടിയടാ, ഊതി ഊതി കുടി. ഊതി കുടിക്കാൻ ആ. ഊതി കുടിയടി. കുടിയണോ? അയ്യോ കുടിയങ്ക്. അമ്മേ അയ്യോ അമ്മ ഇത് കണ്ടില്ല അമ്മ. ഞാൻ ചുമ്മാ കുടിയടോ. ആരെങ്കിലും രക്ഷിക്കണേ. കൊടു 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 കൊടു, നല്ല വൃത്തി കൊടു. അയ്യോ ഇങ്ങോട്ട് നോക്കച്ചാ. ഇത് എത്ര എണ്ണം ആയി മോളെ? ഒരെണ്ണം കൂടി. കൊള്ളാം. നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ നമ്മുടെ ഈ മാവും ചെടിയും. നീ എന്തിനു പറഞ്ഞ അവർ തമ്മിൽ സൗന്ദര്യപ്പെടപ്പോ? പിന്നെ അല്ലാതെ ഇത് എപ്പോഴും ഉള്ളതല്ലേ മാമ. അതെ, ചിന്നുവും മണിയും കണ്ടിട്ട് കുറെ നാളായില്ലേ, അതിന്റെ ഒരു പരിഭവമുണ്ട്. പിന്നെ ചിന്നു വിചാരിച്ച് കണ്ടുടനെ മണി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച്. സ്നേഹമാണല്ല, പക്ഷെ ഇന്നത് നടന്നില്ല. അതിന്റെ ഒരു ഇതാണ്. അതെ, അവര് തമ്മിൽ തീർത്തോളും നാത്തുമാര്, അല്ല നമ്മൾ ഇതിൽ ഇടപെടണ്ട. ഇതെന്നും ഉള്ളതുപോലെ അല്ല, ഇത് കുറച്ച് സീരിയസ് ആണ്. അച്ഛാ അവിടെ ഒരു കോൾഡ് വാർ നടക്കണം. കോൾഡ് കാറാ? ആരുമായിട്ട്? അപ്പച്ചി അമ്മയും തമ്മില്. ഞാൻ പറഞ്ഞില്ലേ. നീ ഈ കിടന്ന് കിതക്കണെന്തിനി? അത് രാമങ്ങളെ ഒട്ടിച്ചിട്ട്. അല്ല, രാമങ്കള നിന്നെ എന്തിനാ ഓടിച്ചുട്ടെ? അവിടെ പോയി ഒളിഞ്ഞു നോക്കി കാണും. ചെറുതായിരുന്നു. ഞാൻ ഒരു കാര്യം പറയല്ല, നമ്മളിതിൽ ഇടപെടണ്ട. അവര് നാത്തുമാര് തമ്മിൽ തീർത്തോളും. അച്ഛാ, ഇത് എപ്പോഴും ഉള്ളതുപോലെ അല്ല, സംഗതി സീരിയസ് ആണ്. നിങ്ങളൊന്നും ഇടപെടാതിരുന്നാ മതി. നീ പറഞ്ഞേട്ടാ. ഇതിപ്പോ എന്ത് വന്നാലും നമ്മുടെ നെഞ്ചത്താണല്ലേ. കൊള്ളാം. എന്തോന്ന് മിക്കി മുതിർന്നവർ പറയുമ്പോ അത് കേക്ക്. നിങ്ങൾ നന്മയ്ക്കല്ലേ പറയണേ? അതിന് നമ്മൾ എന്ത് ചെയ്ത്? നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പൂ പറയുമ്പോ അത് കേട്ടാ മതി. ഓ മാമാ രവിയണ്ണ ഓ അകത്തോട്ട് വരുവോ? വിളിക്കണ്ട. എന്തിനാണോ എന്തോ. ചിന്നു എന്ത് വിളിച്ചത്? ഇരിക്കിരിക്കെ. ഇത് നോക്ക്. അയ്യോ എന്തോന്ന്? അണ്ണനെ കാണിക്കട്ടെ. ഉണ്ണിയപ്പോ? അടിപൊളി. ഉണ്ണിയപ്പായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ പഞ്ചായത്തിൽ കഞ്ഞിവീത്തം വല്ലതും ഉണ്ടോ. ഉണ്ണിയപ്പം മാത്രമല്ല അമ്മത്തിന് പ്രസാദം എല്ലാം ഉണ്ട്. അടിപൊളി. മധുരത്തിന് ശർക്കര കരിപ്പട്ടി എല്ലാം ഇട്ടിട്ടുണ്ട്. കരിപ്പട്ടിയിട്ട് ശർക്കര? കരിപ്പട്ടിയിട്ട ശർക്കരയല്ല, കരിപ്പട്ടിയിട്ട ഉണ്ണിയപ്പം. ആ അതന്നെ. അല്ലെങ്കിൽ തന്നെ ആര് കഴിക്കാൻ പോണതൊക്കെ കരിപ്പട്ടിയിട്ട ഉണ്ണിയപ്പം? കരിപ്പട്ടിട്ട ഔഷധമാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കണത്. അതിന് കഴിച്ചു കഴിച്ചു. ഇതൊക്കെ ആര് കഴിക്കാൻ പോണതൊക്കെ? കഴിക്കൂല. രാമൻ പോലും കഴിക്കൂല ഇതൊന്നും. രാമൻ പോലും കഴിക്കുന്ന ചേട്ടത്തി ഉദ്ദേശിച്ച കാര്യം എന്ത്? അയ്യ അത് മനസ്സിലായില്ലേ? ലോക്കൽസ് പോലും കഴിക്കില്ല, പിന്നെയാണ് സ്റ്റാൻഡേർഡ് ഉള്ള വരുന്നത്. എന്റെ ഭർത്താവിന് നീ പറയണ്ട കേട്ടാ. അണ്ണാ കഴിക്കാൻ അങ്ങോട്ട്. അത് തന്നെ. രവിയേട്ടാ അയ്യേ വരണ്ട. അല്ല ഞാനേ പിന്നെ കഴിക്കാൻ ചിന്നു. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ കഴിച്ചാ മതി. എടുക്ക് അണ്ണൻ കഴിക്ക്. കഴിക്കണില്ലേ മാമ? മാമ കഴിക്കും. മാമാ ഉള്ള ഷുഗർ അത്രയുണ്ട്. ഇത് കഴിച്ച എവിടെയും കിറുകി കിടന്നാൽ ഞാൻ മാത്രമേ കാണുള്ളൂ. അയ്യോ കിറുകോ, ഞാൻ നോക്കട്ടെ. എടുക്ക് മാമ, എടുക്ക് എടുക്ക് മാമ എടുക്ക്. പിങ്കി എടുത്താ നിന്റെ കൈ ഞാൻ വെട്ടും. നീ എടുത്തില്ലെങ്കിൽ നിന്റെ വാ ഞാൻ വെട്ടും. എടുക്ക്. ഞാൻ
വിഷമിക്കാതെ ഞാൻ ഇന്ന് ഞാൻ എടുക്കട്ടെ. എടുക്കാനല്ലേ പറഞ്ഞേ അണ്ണ എടുക്കണ്ണ. ചിന്നു ഞാനേ രവിയേട്ടാ. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒത്തിരി കഴിക്കും ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒത്തിരി കഴിക്കും. ഒത്തിരി വേണ്ട അങ്ങോട്ട്. അയ്യോ, കണ്ണു വെച്ച് ഒന്ന് ശ്വാസം വിടണ. എന്തൊന്നു ചാവും. അണ്ണനെ വീട്ടിൽ കയറ്റില്ല കേട്ടോ, എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഓ പിന്നെ ഞാൻ ഒരു ഉണ്ണിയപ്പം കൊടുത്തോണ്ടെ വീട്ടിൽ കയറ്റൂല. പിന്നെ എങ്ങനെയുണ്ട്, കൊള്ളാമോ മാമ? സൂപ്പർ മാമ. തന്നെ ഞാൻ പറയട്ടെ, സൂപ്പർ മാമനൊക്കെ കൊള്ളാം. ലഹള തുടങ്ങിയിട്ടുണ്ട്, ഇടപെടേണ്ടി വരും കേട്ടാ. എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? എനിക്കല്ലോ നിങ്ങൾ എന്റെ കൂടെ എന്താ ചെയ്താ പ്രശ്നമാവോ? കാര്യം പറയാൻ പാ. പിന്നെ പിങ്കി വരണ്ട. ഞാൻ പറഞ്ഞു. അല്ലേലും ആര് തരണം, നീ നിന്നടി ഇത് കൊള്ളാല്ലേ, സൂപ്പർ അല്ലേ. അയ്യോ പിന്നെ എന്റെ ഭാര്യ ചെയ്തതിന് എന്താണ് കുഴപ്പം? നിന്റെ ഭാര്യ ഏതാണ് തെറ്റ്? നീ എന്ത് ഇങ്ങനെ ചൂടാവണേ? പിന്നെ ചൂടാവാൻ എന്റെ ഭാര്യ അങ്ങനെ ആരും പറയാതെ വേണ്ട. അത് നിന്റെ ഭാര്യ പറയും. അത് നീ മണിയെ പറഞ്ഞതിന്. എന്റെ ഭാര്യ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ണിയപ്പം ഉണ്ടായിക്കൊണ്ട് വന്നപ്പോ നിങ്ങൾക്ക് ആർക്ക് വേണ്ട? നിങ്ങളെ ഭാര്യ എന്തിനു പറഞ്ഞ? ഉണ്ണിയപ്പം കഴിക്കണമെങ്കിൽ അത് വീട്ടിൽ ഉണ്ടാക്കണം, അല്ല ഇവിടെ അല്ല. പിന്നെ ഒരു കാര്യം വേണ്ട, മണി ആവശ്യമില്ലാതെ ഒന്നും പറയില്ല. അവള് പറഞ്ഞല്ലേ ശരിയാണ്. ഇപ്പൊ പറഞ്ഞ എല്ലാം ആവശ്യമില്ലാത്തായിരുന്നു. ഒരു ആവശ്യമില്ലാതെ അത് ചിന്നു പറഞ്ഞാണ് തെറ്റ്. ചിന്നു ചെയ്തേ തെറ്റ്. ഉണ്ണിയപ്പം കൊണ്ട് നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് വരേണ്ട കാര്യമില്ല. അഥവാ ഉണ്ടാക്കി തന്നെ മണിക്ക് കൊടുക്കണമായിരുന്നു. അല്ല മണിയുടെ വീട്ടിൽ വന്നിട്ട് മണിയിൽ ചൂടാവല്ലേ? നിങ്ങൾ കുറെ മണി അടിച്ചോണ്ടാണ്. ഞാൻ മണി അടിച്ചു കൊടുക്കും. നീ നിന്റെ ഭാര്യ സപ്പോർട്ട് ചെയ്യുന്ന എന്തിന്? ചാടി ഒരെണ്ണം കൊറ. ചാടി ഞാൻ കൊടുക്കാൻ സർക്കസിലെ കരടിയാ. കരടിയാ പുലിയെന്ന് ഞാൻ കാണിച്ചിരാം. നീ അങ്ങനെ ചിന്നുവിനെ കാണിക്കുന്നു വേണ്ട. എന്താ ഇവിടെ നിനക്ക് നാണമില്ലേ? എന്തിനാ നാണം? അതെ, എനിക്ക് നാണയില്ലേ? മക്കളെ മണിയെ പറ്റി പറയണ, ചിന്നു പറയുന്നില്ലേ, അത് കേട്ട് സപ്പോർട്ട് ചെയ്യണമായി. ഭാര്യമാരെ പറ്റി അടി ഉണ്ടാക്കണ്ടല്ലേ നിങ്ങള്? ഞാൻ ഭാര്യമാരെ പേരെ നടി കൂടില്ല. എനിക്കൊരു ഭാര്യയുള്ളൂ. എന്റെ അച്ഛനാരെ അറിഞ്ഞു. അവന്റെ ഭാര്യ ചെയ്യണല്ലേ ശരി. എന്റെ തീയും ഇത് ശരിയാവില്ല. ഇല്ല, ഇങ്ങനെ ഭാര്യ ചെയ്യണം മാത്രമല്ല കറക്റ്റ്. എന്റെ ഭാര്യ ചെയ്യണല്ലേ ശരി. നീ കൂടുതലൊന്നും പറയുന്നു വേണ്ട. ഞാൻ കൂടുതലല്ല, കുറച്ചേരം പറഞ്ഞു. നീ അടിക്കോടാ. അതെ, അവര് പോയി. ഇനി അവനെല്ലാം വിളിച്ചോണ്ട് വരും. കത്തി കയറിക്കോണം. പിന്നെ എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? നിങ്ങൾ ആക്ടിങ് കുറച്ച് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ആക്ടിങ് വേറെ മോശമായിരുന്നു കേട്ടോ. എന്തിനു മാമ? ഞാൻ ഈ ഇട കിടന്നിട്ട് എന്റെ രാജ്യം പിന്നെ എന്തിനു ഇങ്ങനെ ചുമ്മാ എന്നാ പോലെ? നിങ്ങൾക്ക് വല്ല അറിയാമോ ആക്ട് ചെയ്യാൻ? ഞാൻ എന്തിനു പറയാം? നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ മഴക്കൂടുന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് പറയാൻ പറ്റൂ? ഞാൻ തന്തയാടാ പ്രായം തന്നെ. മാമ ഒന്നുകൂടി ഉഷാറായിട്ട് നില്ല് മാമ. ശരി ശരി ശരി. ഇങ്ങനെ പറഞ്ഞു. പിന്നെ നീ ഒന്ന് അടിക്കും. പിന്നെ അല്ല ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ കാര്യം അങ്ങനെ പറയണ്ട. ഈ വീട്ടിൽ ഒന്നും പറയണ്ട. ഇത് മണിയുടെ വീടാണിത്. മണിയുടെ വീടാ? മണിയുടെ വീട്. അതുകൊണ്ട് പഠിച്ചു ചോദിച്ചാ നീ പേടിച്ച് ചോദിച്ചാൽ ഞാൻ നിൽക്കണോടാ. നീ ഭാര്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട ഇവിടെ. നിർത്ത്. അമ്മ എന്തോ അമ്മ നോയിക്കൊണ്ടിരിക്കുന്നു. ഇടപെടാങ്ങോട്ട് അപ്പച്ചി. പിന്നെ ഭാര്യക്ക് വേണ്ടി വക്കാലത്ത് അങ്ങനെ. നാടകം കഴിഞ്ഞോ? നാടകോ? എന്താ നമ്മ പറയണേ? പൊക്കി അതെ, മാമന്റെ ആയിരുന്നു ഐഡിയ. അയ്യടാ, അതെ, നാത്തൂമാരാവുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും, അടി ഉണ്ടാക്കും, ചിലപ്പോൾ സ്നേഹിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പൊളിക്കാൻ വേണ്ടിട്ടേ. നിങ്ങൾ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അത് ഇത്രയും വൃത്തിയുടെ നാടകം. സത്യം, അളിഞ്ഞ നാടകമായി പോയി. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നായോ? അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെ സോൾവ് ഒന്നും ആയില്ല. എങ്കിലും മണിയെ കാണണം എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് ഇത്രയും ആഗ്രഹത്തോട് വന്ന എന്നെ മൈൻഡ് അടിക്കാതിരുന്നത് ശരിയായില്ല. അതെനിക്ക് വിഷമം വന്നു. നീ സാധാരണ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം മണീന്ന് വിളിച്ചോണ്ട് വന്ന് കെട്ടിപ്പിടിക്കേണ്ട നീ ഇന്ന് വന്നപ്പോ നിന്റെ ചേട്ടനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്റെ മുഖത്ത് നോക്കിയ നീ. ഞാൻ നോക്കിയല്ല മുഖത്ത്. ഞാൻ നോക്കുമ്പോ നോക്കണ്ടേ, എന്നല്ലേ ഞാൻ കാണുള്ളൂ. അങ്ങനെയൊക്കെ നിയമം ഉണ്ടാ? എന്തായാലും ഉള്ളിത്തീര് ചേട്ടന് മാത്രം കൊടുക്കാന്നല്ലേ പറഞ്ഞത്. നീ വലിയ ജാട കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ഒന്ന് ചൊറിയാന്നു. അപ്പൊ ചൊറിയാൻ വേണ്ടി ചെയ്ത തന്നെ സമ്മതിച്ച് ചെറുതായിട്ട്. അപ്പൊ അത് ഏറ്റ് എനിക്കങ്ങ് ചൊറിഞ്ഞ് കയറി. അതാണ് ഞാൻ മടങ്ങിപ്പോയത്. എന്നിട്ട് നീ ഉണ്ണിയപ്പം കൊണ്ടൊന്നും എന്നെ വിളിച്ചില്ലല്ലോ. എല്ലാരും വിളിച്ചു, പേരെടുത്ത് വിളിച്ചല്ലോ, എന്നെ വിളിച്ചാ. വിഷമം വന്നാ അത് അറിയിക്കാൻ വേണ്ടി തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. ഈ ഒരുമാതിരി LKG പിള്ളേരെ പോലെ രണ്ടും കൂടി. അയ്യോ, ഇവര് വളർന്നു വലിയ ആൾക്കാർ. മണിക്കുള്ള ഉണ്ണിയപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ മാറ്റി വെച്ചോണേ? നീ കാണാത്തൊരു സ്ഥലത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചാൽ നന്നായി, അല്ലെങ്കിൽ കിട്ടൂലായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഒന്നായാലും അത് മതി. മോഹരിക്കണോ? എന്താ കേട്ടോ ചേട്ടന്റെ കുഴപ്പം? ഉണ്ണിയപ്പം മാറ്റി വെച്ചിട്ടുണ്ടോ? ഉണ്ണിമാവനാ? ഉണ്ണിയപ്പം ഓ
ആ അപ്പൊ 2 എനിക്കും അണ്ണനും കൂടെ ഇടും. അതിന് ഞാൻ ഒരെണ്ണേ മാറ്റി വെച്ചിട്ടുള്ളൂ. അതെ നമുക്ക് അല്ലെങ്കിൽ ഉണ്ണിയപ്പൊന്നും വേണ്ട അല്ലേ അണ്ണാ? നിങ്ങൾ വേണ്ടായിരുന്നേ. ഞാൻ ആർക്ക് വേണ്ടിട്ട് ഉള്ളിത്തീയൽ ഉണ്ടാക്കിയെന്നറിയോ? എനിക്ക് ഏതാണ്, എനിക്ക് വിശക്കണം. എടുത്തു പോയി എടുത്ത് കഴി. വാ, അങ്ങോട്ട് എടുത്താ.